പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി. കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി മോദി ഇപ്പോൾ വയനാട്ടിലെത്തിയിരിക്കുകയാണ്. ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആദ്യം ഉദ്യോഗസ്ഥ സംഘം എത്തി. ഇപ്പോൾ പ്രധാനമന്ത്രി ഇറങ്ങുന്നതാണ് ദൃശ്യങ്ങളിലൂടെ കാണുന്നത്. ഇതിനുശേഷം മുണ്ടക്കൈയിലെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രദേശങ്ങളിലെ സന്ദർശനത്തിന് ശേഷം വ്യോമ നിരീക്ഷണം നടത്തി പുനരധിവാസത്തിന് 2000 കോടി ആവശ്യപ്പെടാനാണ് സംസ്ഥാന സർക്കാരുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണി, പ്രധാനമന്ത്രി ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഹെലിപാഡിൽ നിന്ന് മുഖ്യമന്ത്രി ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ഹരിത, കൽപ്പറ്റയിലെ ഹെലിപ്പാഡിൽ 3 ഹെലികോപ്റ്ററുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യം ഉദ്യോഗസ്ഥ സംഘം എത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഹെലികോപ്റ്ററുകൾ വരികയായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. പ്രധാനമന്ത്രിക്ക് കയറാനുള്ള വാഹനം ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്നും ഇറങ്ങുന്നു. മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒരു ഹെലികോപ്റ്ററിലാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ആദ്യം മുഖ്യമന്ത്രി ഇറങ്ങി, പിന്നീട് പ്രധാനമന്ത്രി ഇറങ്ങി. പ്രധാനമന്ത്രി അവിടെ മന്ത്രിമാരടക്കമുള്ള സംഘമാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ വാഹനത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് ആ ദൃശ്യത്തിലൂടെ മനസ്സിലാകുന്നത്. പ്രധാനമന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം, സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായുള്ള ആ വാഹനം ഇപ്പോൾ ഹെലികോപ്റ്ററിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അവിടെ നിന്ന് പ്രധാനമന്ത്രി ആ വാഹനത്തിൽ കയറി നേരെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുകയാണ്. അതാണ് നിലവിലെ ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രിയെ ഇപ്പോൾ സ്വീകരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഇപ്പോൾ ആ വാഹനത്തിൽ കയറുന്നു. ആ വാഹന വ്യൂഹം ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പുറപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയും അവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇറങ്ങിയത്. അതിനുശേഷം പ്രധാനമന്ത്രി ഇറങ്ങുന്നു. അതോടൊപ്പം തന്നെ ഗവർണറും ഇറങ്ങുന്നു. ഇപ്പോൾ ഗവർണറും മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും അവിടെ നിന്ന് ഇറങ്ങി വരുന്നു എന്നത് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത്. പ്രധാനമന്ത്രി വാഹനത്തിൽ കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. മന്ത്രിമാരടങ്ങുന്ന കെ രാജൻ അടക്കമുള്ള മന്ത്രിമാരടങ്ങുന്ന സംഘമാണ് പ്രധാനമന്ത്രി അവിടെ സ്വീകരിച്ചതായി നമ്മൾ കണ്ടത്. അവിടെ നിന്ന് അദ്ദേഹം വാഹനത്തിൽ കയറി നേരെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ വാഹനത്തിൽ കയറി ദുരന്ത മേഖലയായ മുണ്ടക്കൈ അടക്കമുള്ള മേഖലയിലേക്ക് പോകുന്നു. മന്ത്രി കെ രാജൻ, MLA ടി സിദ്ദിഖ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ അവിടെയുണ്ട്. താൽക്കാലികമായി തയ്യാറാക്കി ഹെലിപ്പാഡിലുണ്ട്. അവിടെ നിന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിലേക്ക് പോകുന്നത്. എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം അനുഗമിക്കുന്നു. ആ രീതിയിലുള്ള ക്രമീകരണം എല്ലാം തന്നെ അവിടെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെ ഇതിൻ്റെ ഭാഗമായി കാണാം. പ്രധാനമന്ത്രി ഇപ്പോൾ വാഹനത്തിൽ കയറിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവർ വാഹനത്തിലേക്ക് കയറാനായി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ആ ദൃശ്യത്തിൽ സുരേഷ് ഗോപി, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെയും കാണാൻ സാധിക്കുന്നു. എന്തായാലും ഇപ്പോൾ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നുവെന്നാണ്, റോഡ് മാർഗമാണ് കൽപ്പറ്റയിൽ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് നേരിട്ട് മേഖലയിലെ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ബെയിലിപ്പാലം സന്ദർശനം നടത്തും. തുടർന്ന് അവിടെ സമീപത്തുള്ള ക്യാമ്പുകളിൽ ദുരന്തബാധിതരെ നേരിൽ കണ്ട് അവരുമായി സംബന്ധിച്ച് കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമെന്നാണ് കരുതുന്നത്. എന്തായാലും ആകാശ നിരീക്ഷണം അടക്കം നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ ഇറങ്ങിയത്, കൽപ്പറ്റയിൽ ഇറങ്ങിയത്. ഇവിടുന്ന് റോഡ് മാർഗമാണ് മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകുക. ഹരിത, ഉണ്ണി, ഇപ്പോൾ പ്രധാനമന്ത്രി ഹെലിപാഡിൽ നിന്നും ഇറങ്ങി ശേഷം ആദ്യം എവിടെയാണ് സന്ദർശനം നടത്തുക എന്നുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്?
ഹരിത മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കാണ്, അതായത് ദുരന്തം നേരിട്ടേറ്റ ആ മേഖലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി പോകുക എന്നതാണ് ഏറ്റവും ആദ്യം ഉള്ള കാര്യം. അതിനുശേഷമാണ് അദ്ദേഹം ബേലിപ്പാലത്തിൽ സന്ദർശനം നടത്തും. തുടർന്ന് ദുരന്തബാധിതരെ ക്യാമ്പിൽ നേരിട്ട് പോയി ദുരന്തബാധിതരുമായി സംവദിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനുശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു അവലോകന യോഗം ഉണ്ട്. ആ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നിലവിലെ സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ അവലോകന യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ദുരന്തത്തിന്റെ വ്യാപ്തി, എത്രത്തോളം ആളുകൾ ഇത് ബാധിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ യോഗത്തിൽ ചർച്ചയാകും. അല്ലെങ്കിൽ ആ യോഗത്തിൽ സംസ്ഥാന പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, നേരിട്ട് ധരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും ഈ മന്ത്രിസഭ ഉപസമിതി അവിടെയുണ്ട്. ആ ഉപസമിതിയിലെ അംഗങ്ങൾ, മന്ത്രിമാരടക്കമുള്ള ആളുകളെല്ലാം തന്നെ നിലവിൽ അവിടെയുണ്ട്. അവരെല്ലാം തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ധരിപ്പിക്കാനുള്ള സാധ്യതയും കൂടെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും അവലോകന യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ സന്ദർശനത്തിന് ശേഷമാണ് അവലോകന യോഗം ചേരുക. എന്തായാലും ഈ വാഹനം ഇപ്പോൾ പുറപ്പെട്ടു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനമുണ്ട്, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുണ്ട്, അതോടൊപ്പം ഗവർണറുണ്ട്, കൂടാതെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയുണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി അനുഗമിക്കുന്നു. നേരിട്ട് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ദുരന്തബാധിത മേഖലയിൽ നേരിട്ട് എത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും റോഡ് മാർഗം മുണ്ടക്കൈയിലേക്ക് പ്രധാനമന്ത്രിയുടെ വാഹനത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനം, മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ ഗവർണർ അടക്കമുള്ള ആളുകൾ പോകുന്നു എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത്. വലിയൊരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായതാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പ്രധാനമന്ത്രി വന്നപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രി മുണ്ടക്കൈ മേഖലയിലേക്ക് പോകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ആകാശ നിരീക്ഷണം, വ്യോമ നിരീക്ഷണം നടത്തി അദ്ദേഹം അവിടുത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ, അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തി അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയിരിക്കുന്നു, വാഹനത്തിൽ കയറിയിരിക്കുന്നു, നേരെ മുണ്ടക്കൈയിലേക്ക് പോകുകയാണ്. എന്തായാലും ആ വാഹനങ്ങൾ പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിത.